അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. മുത്തുനബിയെ കാണാൻ വളരെ ദൂരത്ത് നിന്ന് ഒരു ഗ്രാമീണ മനുഷ്യൻ കടന്നു വരുന്നു. മുത്തുനബിക്ക് പാരിതോഷികമായി കയ്യിൽ നിറയെ മുന്തിരിയുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. മുത്തുനബിയുടെ അടുത്തെത്തി മുത്തുനബിക്ക് താൻ കൊണ്ടുവന്ന മുന്തിരിപ്പാത്രം നീട്ടി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കഴിക്കുന്ന ഓരോ മുന്തിരിയും മുത്തുനബി കഴിക്കുന്നതും അത് ആസ്വദിക്കുന്നതും അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. താൻ കൊണ്ടുവന്ന മുന്തിരി ലോകത്തിൻ്റെ നേതാവ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുന്നു എന്നും അത് മുത്തുനബിക്ക് ആനന്ദം ഉണ്ടാക്കുന്നു എന്നും അറിയുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. മുത്തുനബിയുടെ ചുറ്റുഭാഗത്തു നിൽക്കുന്ന നൂറുകണക്കിന് അനുയായികൾ, സ്വഹാബികൾ, അവർ മുത്തുനബി തങ്ങൾക്കും തരുമെന്ന് കാത്തിരിക്കുകയാണ്. മുത്തുനബിയുടെ പതിവ് അങ്ങനെയാണല്ലോ, കിട്ടുന്നതെന്തും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. അവർ കാത്തിരുന്നു മുത്തുനബി ഞങ്ങൾക്കും നൽകുമെന്ന്. പക്ഷേ ആ മുന്തിരിപ്പാത്രത്തിലെ എല്ലാ മുന്തിരിയും ഹബീബായ തങ്ങൾ തന്നെ കഴിച്ചു തീർത്തു. ആശ്ചര്യത്തോടുകൂടെ അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, അങ്ങെന്ത് ഞങ്ങളെ പങ്കു ചേർത്തില്ല? അതിന് ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. എന്നെ കാണാൻ വേണ്ടി ദൂരത്തു നിന്ന് വന്ന ആ ഗ്രാമീണ മനുഷ്യൻ അദ്ദേഹം കൊണ്ടുവന്ന മുന്തിരി സന്തോഷത്തോടുകൂടെ എനിക്ക് പാരിതോഷികം നൽകുകയും അതിൽ നിന്ന് ആദ്യത്തെ മുന്തിരി ഞാൻ കഴിച്ചപ്പോൾ തന്നെ അത് പുളിയുള്ള മുന്തിരിയായിരുന്നു. ഞാനത് കഴിക്കുന്നത് കാണുകയും അത് കണ്ട് അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആ മുന്തിരി നിങ്ങൾക്ക് പങ്കു ചേർത്താൽ അതിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മുഖത്ത് ആ മുന്തിരി പുളിയുള്ളതായി നിങ്ങളുടെ മുഖം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രാമീണ മനുഷ്യൻ്റെ സന്തോഷം നഷ്ടപ്പെടുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുത്തുനബി എങ്ങനെയാണ് മനുഷ്യരെ ചേർത്തു പിടിച്ചത് എന്ന്. സമൂഹത്തിനിടയിൽ ദുർബലപ്പെട്ടു പോയ, വേദനിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, താഴ്ന്ന വിവിധങ്ങളായ തരത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്ന മനുഷ്യരോട് എത്ര ആർദ്രതയോടും എത്ര സ്നേഹത്തോടുമാണ് ഹബീബായ തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു സംഭവത്തെ നമുക്ക് അറിയില്ലേ? ദീർഘകാലം ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന മക്ക ജീവിതം. മക്കയിൽ താമസിക്കുന്ന മുത്തുനബിയുടെ 13 വർഷക്കാലം, ഈ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പീഡനങ്ങൾ എത്രയാണ്? ആ നാട്ടിലേക്ക് വിജയശ്രീലാളിതനായി ഹബീബായ തങ്ങൾ തിരിച്ചു വന്നപ്പോൾ പോലും അവിടെ പറഞ്ഞു വെച്ചത് ലാ തസ്രീബ അലൈക്കുമുൽ യൗമ എന്നാണ്. ഇന്ന് നിങ്ങൾക്കുമേൽ പ്രതികാരമില്ല. സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ഒക്കെ എത്ര മനോഹരമായ സന്ദേശമാണ് ഹബീബായ തങ്ങൾ പങ്കുവെക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആനല്ലേ തങ്ങളെ പരിചയപ്പെടുത്തിയത്. കാരുണ്യത്തിൻ്റെ കേദാരം, ലോകാനുഗ്രഹി എന്ന് ഹബീബായ തങ്ങളെ പറഞ്ഞു വെക്കുന്നത് എത്ര മനോഹരമാണ്. ജീവനുള്ള വസ്തുക്കൾക്കും സർവ്വചരാചരങ്ങൾക്കും ഹബീബായ തങ്ങൾ കൊടുത്ത കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെ, ആർദ്രതയുടെ എത്രയെത്ര നിമിഷങ്ങൾ നമുക്ക് പറയാൻ കഴിയും. തന്നെ ആക്രമിച്ചവരോട് ഹബീബായ തങ്ങൾക്ക് ലവലേശം വിദ്വേഷമോ വെറുപ്പോ ഉണ്ടായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വരുന്ന ഫുലയിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിൽ കൈവച്ച് ഒരു കൈവക്കൽ കൊണ്ടാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. മുത്തുനബിയെ എത്രയോ കാലം വെറുപ്പോടുകൂടെ പെരുമാറിയിരുന്ന അദീനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കാണുന്നു. മുത്തുനബിയുടെ അടുത്ത് പരാതിയും പരിഭവവും പറഞ്ഞു വന്ന ഒട്ടകത്തിൻ്റെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. മാൻപേടയുടെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. ആരെയാണ് മുത്തുനബി കഴിയൊഴിഞ്ഞിട്ടുള്ളത്? വേദനിക്കുകയും ബുദ്ധിമുട്ടുകയും പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളോട് ആർദ്രതയോടുകൂടെ, അനുകമ്പയോടുകൂടെ ഹബീബായ തങ്ങൾ പെരുമാറുന്നു. തനിക്ക് താൻ നടന്നു പോകുന്ന വഴികളിലുടനീളം മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും എറിഞ്ഞ സ്ത്രീക്ക് രോഗം വന്നു എന്നറിയുമ്പോൾ മുത്തുനബി ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു പോകുന്ന ചരിത്രം എത്ര മനോഹരമാണ്. ഇതാണ് ഹബീബായ തങ്ങൾ പങ്കുവെക്കുന്ന അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് പറയാൻ കഴിയുക. ഈ ദർശനങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ടായിരിക്കണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി പകരുകയും അത് പ്രകാശിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മീലാദ് സന്തോഷമാകുന്നത്, നബിതങ്ങളെ ഏറ്റെടുക്കുന്നത്. അള്ളാഹു മുത്തുനബിയുടെ ചര്യയെ ഏറ്റെടുക്കാനും അത് ജീവിതത്തിൽ പുലർത്താനുമുള്ള അവസരങ്ങൾ നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.